യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 142 ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മനോഹരധർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്നേ, ഞാൻ എന്നു ചേരും. ഇസ്രായേൽ ചരിത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇസ്രായേൽ മിസ്രൈമിൽ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ തൻ്റെ സന്താന പരമ്പര സ്വന്തമല്ലാത്ത ദേശത്തെ 400 വർഷം അടിമകളായി പാർക്കും എന്ന് പറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി 46-ന്റെ 27-ൽ 70 പേര് യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിൽ പോകേണ്ട സാഹചര്യം കടന്നു വന്നു. ഇവർ മിസ്രൈമിൽ പോകേണ്ടതായ സാഹചര്യത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, അവർ പാർത്തിരുന്ന ദേശം മുഴുവൻ ക്ഷാമമായി. ആഹാരമില്ലാതെ ഭാരപ്പെടുവാൻ തുടങ്ങി. അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് മിസ്രൈമിൽ ഇഷ്ടം പോലെ ധാന്യമുണ്ടെന്നറിഞ്ഞ് അവിടെ പോകുവാൻ അവർ ചിന്തിച്ചത്. ഈ യാക്കോബിൻ്റെ കുടുംബം പട്ടിണിയാകാനുള്ള കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നാൽ മാത്രമേ വാഗ്ദത്തം നിറവേറുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നു. നമുക്ക് ഒരുപാട് പരീക്ഷകൾ കടന്നു വരും, ഒരുപാട് ശോധനകൾ കടന്നു വരും. നാം അന്നേരം ആകുല ചിത്തരായി ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നുവോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ തലയിൽ ഒരു മുടി വരെയും കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ദൈവം അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ദൈവം നിനക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടിയാണ് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നതെന്ന് ദൈവജനവും മൊത്തം ഒന്നറിയണം, ദൈവദാസന്മാരൊന്നറിയണം. ജീവിതയാത്രയിൽ കഷ്ടതകൾ കടന്നു വരുന്നത് അത് ഗുണത്തിനാന്നും കൂടെ ഓർക്കണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത്, നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി. ഒരു പ്രത്യേക വാക്ക് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. അവിടുത്തെ പ്രയോഗം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ദേഹികളായി, 70 ദേഹികളായി. പിന്നെ ആവർത്തന പുസ്തകം ആകുമ്പോഴത്തേക്ക് മോശ പറയുന്നത് പെരുക്കി. അങ്ങനെയുള്ള വാക്കുകളുടെ പ്രത്യേകത അവിടെ കാണാൻ നമുക്ക് കഴിയും. ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമൻ ജോസഫ് ആയി തീർന്നു. ജോസഫ് 30-ാമത്തെ വയസ്സിൽ മന്ത്രിയായി. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. 30 എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അറിവ് തുടങ്ങുന്നതായ ഒരു നല്ല പ്രായമാണ്. അല്ലെങ്കിൽ പഴയ ആളുകൾ പറയും
മനുഷ്യന് ജ്ഞാനം തെളിയുന്നു എന്ന് ബൈബിളല്ല പറയുന്നത്, ജ്ഞാനം തെളിയുന്ന വയസ്സാന്നൊക്കെ പറയുന്നുണ്ട്. ഉൽപ്പത്തി 41:46 പറഞ്ഞിരിക്കുന്നത് 30-ാമത്തെ വയസ്സിൽ മന്ത്രിയായി, 110-ാമത്തെ വയസ്സിൽ ജോസേഫ് മരിച്ചു. അത് ഉൽപ്പത്തി 50 അവസാന വാക്യം, അല്ലെങ്കിൽ 26-ാമത്തെ വാക്യം. നീണ്ട 80 വർഷം അദ്ദേഹം രണ്ടാമനായി മിസ്രൈമിൽ ഭരിച്ചു. ലോക ചരിത്രത്തിലെ 80 വർഷം ഭരിച്ചൊരു മന്ത്രി ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. 80 വർഷം ഭരിച്ചു. ജോസഫ് 17-ാമത്തെ വയസ്സു മുതൽ 30-ാമത്തെ വയസ്സ് വരെയും കഠിന ശോധനയിലൂടെ പോയത്. തൻ്റെ സ്വന്തം സഹോദരന്മാര് തള്ളപ്പെട്ടത് മുതൽ, പൊട്ടക്കിണർ മുതൽ, കുണ്ടറ എന്നാണ് ബൈബിൾ പറയുന്നത്, ജയിലിൽ വരെയും പോയി. നീണ്ട 13 വർഷം നിരപരാധിയായ ജോസഫ് ഏതെല്ലാം ശോധനയിൽ കൂടെ കടന്നുപോയി. പക്ഷെ അവിടെ എല്ലാം പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ പറയുന്നൊരു കാര്യമാണ്, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിലും ശോധനകളെല്ലാം വരും. പക്ഷേ യഹോവ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഇതാ ജോസഫിന് അതിന്റെ സമയം വന്നു. അവന് ചരിത്രങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലാസ്സില് അതെല്ലാം വിവരിക്കാൻ പറ്റുകയില്ല. രാജാവ് ചെന്ന് ജോസഫിനെ കുണ്ടറയിൽ നിന്ന്, അവരെ ജയിലിൽ നിന്ന് ഇറക്കി. ദൈവത്തിനു വേണ്ടി ഒരു എന്തെല്ലാം കഷ്ടം സഹിച്ചാലും ഈ ഭൂമിയിൽ അതിൻ്റെ 100 മടങ്ങ് നന്മ അനുഭവിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ഇന്നത്തെ ന്യൂജൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ന്യൂജൻ. അവർ ന്യൂജൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അവര് പറയുന്ന ഒരു അനുഗ്രഹവും ഈ ബൈബിളിലെ അനുഗ്രഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരൊന്ന് ഇപ്പോൾ അനുഗ്രഹിക്കും, അല്ല നാളെ അനുഗ്രഹിക്കും, അല്ല ഈ വർഷം അനുഗ്രഹത്തിന്റെ എന്നൊക്കെ പറയും. അത് മനുഷ്യനെ ചതിക്കുഴിയിൽ എത്തിക്കുന്ന ഒരു വിഭാഗമാണെന്ന് ഓർത്തുകൊണ്ട് നാം ദൈവവചനം നന്നായിട്ട് പഠിച്ച് നമ്മുടെ അരുമനാഥന് വേണ്ടി ജീവിച്ചാൽ യോസേപ്പിനെ അനുഗ്രഹിച്ച ദൈവം നമ്മെയും അനുഗ്രഹിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ക്ലാസ് ഞാനിവിടെ സമാപനം കുറിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. സഹോദരങ്ങളെ, ഒരുങ്ങുക. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.